الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബ് തൗഹീദിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂർത്തീകരിക്കാതെ അവസാനിപ്പിച്ച അധ്യായം ബാബു മാ ജാഅ ഫിൽ മുസവ്വിരീൻ എന്ന് പറയുന്ന അധ്യായമായിരുന്നു. ചിത്രരചനയും അതുപോലെ രൂപമുണ്ടാക്കുകയും ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതിൻ്റെ ആമുഖമാണ് ആരംഭിച്ചത്. അവിടെ ഞാൻ പറഞ്ഞിരുന്നു, ശേഷമുള്ള ഹദീസുകളും അദ്ദേഹം കൊടുത്തിട്ടുള്ള മറ്റ് തെളിവുകളും വായിക്കുന്ന സമയത്ത് ഈ ആമുഖം മനസ്സിലാക്കുക, തസ്വീറുമായി ബന്ധപ്പെട്ട ഈ ആമുഖം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആമുഖം വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, തസ്വീർ, ചിത്രമുണ്ടാക്കുക, രൂപമുണ്ടാക്കുക എന്ന് പറയുന്നത് പ്രധാനമായും 3 രൂപത്തിൽ ഉണ്ട്. 3 രൂപത്തിലാണ് ഇതുള്ളത്. അതിലൊന്നാമത്തേത് ചിത്രമുണ്ടാക്കുക, രൂപമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രതിമകൾ ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് അറബി ഭാഷയിൽ നമ്മൾ തസ്വീർ എന്നാണ് പറയുന്നത്. അതിലേറ്റവും ആദ്യം ഉൾപ്പെടുന്നത് പ്രതിമകൾ, രൂപങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. ഇത് ഹറാമാണ് എന്നുള്ള വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. മുഴുവൻ പേരും അത് ഹറാമാണ് എന്ന കാര്യത്തിൽ ഏകോപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ വളരെ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഇതിൽ പോലും വീഴ്ച വരുത്തുന്ന മുസ്ലിമീങ്ങളായ ആളുകളുണ്ട്. അവരുടെ വീടുകളിൽ ഇങ്ങനെയുള്ള രൂപങ്ങൾ കൊണ്ടുവെക്കും. വിഗ്രഹങ്ങളായിരിക്കുകയില്ല, പക്ഷെ മറ്റെന്തെങ്കിലുമൊക്കെ ഭംഗിയുള്ളൊരു കുട്ടി, ഭംഗിയുള്ളൊരു മൃഗം, ഇങ്ങനെ റൂഹുള്ള വസ്തുക്കളുടെ കാര്യങ്ങൾ, അത് മരത്തിൽ കൊത്തിയുണ്ടാക്കിയതാണെങ്കിലും ശരി, ഇനി അതല്ല മറ്റെന്തെങ്കിലുമൊക്കെ ക്ലേ കൊണ്ടോ ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും ശരി, ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ടൂറൊക്കെ പോയ ഒരു ആനക്കുട്ടി, ഇതൊക്കെ വാങ്ങി വെക്കുന്ന ആൾക്കാരുണ്ടാകും. ഇതൊക്കെ പ്രതിമകളാണ്, രൂപങ്ങളാണ്. ആരാധിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. അതിന് ഈ ഹുക്കുമാണ് വരിക. അത് പാടില്ല. അതുണ്ടാക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഹറാമാണെന്നുള്ളതിൽ ഏകാഭിപ്രായമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, ചിത്രങ്ങൾ, അത് ഒരു പേപ്പറിലാകട്ടെ, ചുമരിലാകട്ടെ, തുണിയിലാകട്ടെ ഒരാൾ വരക്കുക എന്നുള്ളത് ആണ് രണ്ടാമതായി ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞു, ശരിയായ അഭിപ്രായ പ്രകാരം ഇതും ഹറാമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലൊരു ചെറിയൊരു ഖിലാഫ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. താബിഈങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് തുണിയിലുള്ളതെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ചില അസറുകൾ അവരുടെ കയ്യിലുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ഖിലാഫ് ഉണ്ട്. പക്ഷേ പണ്ഡിതന്മാർ അധികവും പറഞ്ഞതുപോലെ തന്നെ അതും ഹറാമാണ്. അതായത് തുണിയിലാകട്ടെ, പേപ്പറുകളിലാകട്ടെ, ചുമരുകളിലാകട്ടെ, അതെന്തുകൊണ്ട് വരച്ചതാണെങ്കിലും ശരി, അതും ഹറാമ് തന്നെയാണ്. അതിലും യാതൊരു സംശയവുമില്ല. ഇതിലും നാം നേരത്തെ പറഞ്ഞതുപോലെ വീഴ്ച വരുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ചുമരിലും പേപ്പറിലും തുണിയിലും ഒക്കെയുള്ള ചിത്രങ്ങൾ കെട്ടിത്തൂക്കുകയും അല്ലാതെയും ഒക്കെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കുക, കടുത്ത ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, അത് ആധുനിക ടെക്നോളജികളായ ക്യാമറ, മൊബൈൽ പോലെയുള്ള വസ്തുക്കളിലൂടെ എടുക്കുന്ന ചിത്രം. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ തന്നെ ചിലർ അത് കുഴപ്പമില്ല, അത് ഈ പറയുന്ന കൈകൊണ്ട് കൊത്തിയുണ്ടാക്കുന്നതോ വരച്ചുണ്ടാക്കുന്നതോ ആയ ചിത്രത്തിന്റെ പരിധിയിൽ പെടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരാൾ ക്യാമറ കൊണ്ടെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതാണ് ഒരു അഭിപ്രായമുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം, അവർ പറഞ്ഞു, ഇല്ല, അത് നിഷിദ്ധമാണ്, യാതൊരു സംശയവും വേണ്ടതില്ല. മറ്റു മുസവ്വിർ എന്ന് പറയുന്ന തസ്വീർ എന്ന് പറയുന്ന മറ്റിനങ്ങളെ പോലെ തന്നെ ക്യാമറ കൊണ്ടെടുത്താലും മൊബൈൽ കൊണ്ടെടുത്താലും അത് നിഷിദ്ധം തന്നെയാണ് എന്ന് പറയുന്ന ധാരാളക്കണക്കിന് പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അവരെല്ലാവരും ഏകോപിച്ചൊരു കാര്യമാണ്, അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാമെന്നുള്ളതിൽ എല്ലാവരും ഏകോപിച്ചിരിക്കുന്നു. ഒരു നിലക്കും ചിത്രം എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരാരും ഭൂമി ലോകത്തില്ല. മറിച്ച് പാസ്പോർട്ട് പോലെയുള്ള, ID കാർഡ് പോലെയുള്ള പല കാര്യങ്ങൾക്കും അതൊക്കെ അത്യാവശ്യമായി വരുന്ന കാര്യങ്ങളാണ്. ഇനി
അത്യാവശ്യത്തിന്റെ താഴെ വരുന്ന പല ആവശ്യങ്ങൾക്കും പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്. ഒരു അപേക്ഷാ ഫോറം, അതിൽ ഫോട്ടോ ഒട്ടിച്ചാൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതും അനുവദിക്കപ്പെടുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതവർ അനുവദിക്കുന്നു. അതിനതല്ലാത്ത മറ്റു കാര്യങ്ങളെയൊന്നും അവർ അനുവദിക്കുന്നില്ല എന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുമായി ബന്ധപ്പെട്ട മര്യാദകളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ചിത്രം, വീഡിയോഗ്രാഫിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ നിരുപാധികമായി അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞവരാണ്. അഥവാ ദഅവത്തിന് പോലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്. എന്നാൽ ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ഫോട്ടോയിൽ ഒക്കെ നമ്മൾ പല പേഴ്സണൽ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അതിനേക്കാളും വലിയ ആവശ്യമാണ് പൊതുജനങ്ങൾക്ക് തൗഹീദും സുന്നത്തും എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ദഅവ രംഗത്ത് അത് ഉപയോഗിക്കാം എന്ന അഭിപ്രായമാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പല പണ്ഡിതന്മാരും, ഇന്നും ആധുനികമായി ജീവിച്ചിരിക്കുന്ന പല പണ്ഡിതന്മാരും ആ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി തസ്വീറുമായി ബന്ധപ്പെട്ട ഓരോ ഹദീസ് വായിക്കുമ്പോഴും ഇതിലാദ്യം തന്നെ ഫോട്ടോ എടുക്കുന്നവനല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യം പ്രതിമ ഉണ്ടാക്കുന്നതാണ്, പിന്നെ ചിത്രം വരക്കുന്നതാണ്, പിന്നീട് ഈ വിഷയത്തിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മനസ്സിലാക്കുക. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യവും മനസ്സിലാക്കേണ്ടത്. ഇനി ഹദീസുകൾ വായിക്കാം. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു തആല. അബൂ ഹുറൈറയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച കാര്യമാണ്. അത്തരത്തിലുള്ള ഹദീസിന് പറയുന്ന പേരാണ് അൽ ഹദീസുൽ ഖുദ്സി എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിനാണ് ഹദീസുൽ ഖുദ്സി. അതിന് ഹദീസുർ റബ്ബാനി എന്നും ഹദീസുൽ ഇലാഹി എന്നുമൊക്കെ അതിന് പേരുകളുണ്ട്. അപ്പോൾ ഹദീസുകളും ഖുദ്സിയായ ഹദീസുകളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഖുദ്സിയായ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു അതിന്റെ ലഫ്ള് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലഫ്ളായിരിക്കുമെന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലുള്ള ഓരോ വാചകങ്ങളും അല്ലാഹു തആല പറഞ്ഞത് തന്നെയായിരിക്കും. എന്നാൽ അതല്ലാത്ത ഹദീസുകളോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുക. അതിന്റെ ആശയമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തും പറഞ്ഞുമൊക്കെ നമുക്കത് എത്തിച്ചു തരികയാണ് ചെയ്യുക. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഖുർആനും ഖുദ്സിയായ ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ അതിന്റെ ഓരോ ഹർഫിനും പാരായണം ചെയ്യുന്നതിന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഖുദ്സിയായ ഹദീസ് അതങ്ങനെ പാരായണത്തിന് വേണ്ടി പ്രത്യേകം പ്രതിഫലം നിശ്ചയിച്ച കാര്യമല്ല, മറിച്ച് അത് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക, മറ്റെല്ലാ ഹദീസുകളെ പോലെ അതിന്റെ പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഖുദ്സിയായ ഹദീസിലുള്ളത്. നോക്കാം എന്താണ് ഈ ഹദീസിലുള്ളത്. അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? വമൻ അസ്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു കഖൽഖി. എന്റെ പടപ്പ് ഞാൻ പടച്ചുണ്ടാക്കിയതിനെ പോലെ പടച്ചുണ്ടാക്കാൻ തുനിയുന്ന ഒരുവനെ പോലെ അക്രമിയായി മറ്റാരുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. വമൻ അസ്ലം, ആരുണ്ട് വലിയ അക്രമിയായിട്ട്? മിമ്മൻ ദഹബ യഖ്ലുഖു കഖൽഖി, ഞാൻ പടച്ചൊരു കാര്യത്തിന് അതേപോലെ പടക്കാൻ വേണ്ടി തുനിയുന്ന ഒരുവനായി ആരുണ്ട് അത്രയും വലിയ അക്രമിയായിട്ടും? അങ്ങനെ ആരാണുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പൊ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ടാക്കിയതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇവിടെ കഖൽഖി എന്ന് പറയുന്നത് ദഹബ യഖ്ലുഖു കഖൽഖി എന്ന് പറയാൻ അല്ലാഹു പടച്ചതുപോലെ പടക്കുക എന്നുള്ളതല്ല, മറിച്ച് ചിത്രമുണ്ടാക്കുക, രൂപമുണ്ടാക്കുക എന്നത് തന്നെയാണ് ഇത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാഹു പടച്ചതുപോലെ ഒരാൾക്കും പടക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെ മനുഷ്യന്മാരും ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ചല്ല അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു പടച്ചതുപോലെ ആർക്കും പടക്കാൻ സാധിക്കുകയില്ല, മറിച്ച് രൂപങ്ങൾ ഉണ്ടാക്കുക വഴി, അത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക, രൂപങ്ങൾ ഉണ്ടാക്കുക വഴി ഞാൻ അതിനോട് കിടപിടിക്കാൻ അല്ലെങ്കിൽ അതിനോട് സാദൃശ്യം വെക്കാൻ ആരാണ് അത്ര വലിയ അക്രമിയായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇവിടെ പണ്ഡിതന്മാർ ഇവിടെ വമൻ അസ്ലം, ആരുണ്ട് അത്ര വലിയ അക്രമി എന്ന് പറയുമ്പോൾ അത് ഒരൊറ്റ അക്രമി മാത്രമല്ല, ഒരുപാട് അക്രമികളുണ്ട്, പല വിഷയത്തിലും അക്രമമുണ്ട്. ഏറ്റവും വലിയ അക്രമം ശിർക്കാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ അക്രമികളുടെ കൂട്ടത്തിലാണ് ഇവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു ഇത് ഏറ്റവും വലിയ അക്രമമാകുന്നത് ഇത്തരം കൊത്തി ഉണ്ടാക്കുന്നത് ആരാധിക്കപ്പെടാൻ വേണ്ടി കൊത്തി ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ അത് ഏറ്റവും വലിയ അക്രമമായി ശിർക്കായി തീരുകയാണ്, ശിർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായി തീരുകയാണ്. ആരാധിക്കപ്പെടാൻ വേണ്ടി ഒരാൾ
ഒരു രൂപം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു ചിത്രം വരക്കുന്നു, അപ്പോൾ അത് ഏറ്റവും വലിയ അക്രമമായി തീരും. അങ്ങനെയും ഇതിന് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പിനോട് കിടപിടിക്കുന്ന രൂപത്തിൽ ഒരാൾ ഒരു ചിത്രം ഉണ്ടാക്കുക, രൂപം കൊത്തി ഉണ്ടാക്കുക എന്നുള്ളത് വൻ പാപമായ കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ചിത്രമുണ്ടാക്കിയും രൂപമുണ്ടാക്കിയും ഒക്കെ എന്റെ പടപ്പിനോട് സാദൃശ്യമുണ്ടാകാൻ ശ്രമിക്കുന്നെങ്കിൽ ഫൽയഖ്ലുഖു ദർറതൻ, നിങ്ങളൊരു ദർറത്തിനെ പടക്കൂ. എന്താണ് ദർറത്ത് എന്ന് പറഞ്ഞാൽ? ചെറിയ ഉറുമ്പിനാണ് ദർറത്തുൻ എന്ന് പറയുന്നത്. ചെറിയ ഉറുമ്പിനാണ് ദർറത്തുൻ എന്ന് പറയുന്നത്. ഈ വാക്ക് പല സ്ഥലത്തും ഉപയോഗിക്കപ്പെട്ടതാണ്. ഉമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു ഉമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ആരെങ്കിലും ഒരു മിസ്ഖാല ദർറ, ഒരു ഉറുമ്പിന്റെ തൂക്കം നന്മ ചെയ്താൽ അവൻ അത് കാണും, ഒരു ഉറുമ്പിന്റെ തൂക്കം തിന്മ അവൻ ചെയ്താൽ അതവൻ കാണും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദർറത്ത് എന്നുള്ള വാക്ക് ഖുർആനിലും വന്ന വാക്കാണ്. ഇതിന്റെ അർത്ഥം ചെറിയ ഉറുമ്പ് എന്നാണ്. എന്നാൽ ആധുനികരായ പല വിവർത്തനം ചെയ്യുന്നവർ അതിന് അണുമണി തൂക്കം എന്ന് കൊടുത്തിരിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്നു അത് ശരിയല്ല. കാരണം അണുവും ആറ്റമും ഇത് ഫിസിക്സിൽ വന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒന്നുമില്ല, ആറ്റംസും മോളിക്യൂൾസ് ഒന്നും അന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വിവർത്തനം കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ദർറ എന്ന് പറയുന്നത് അറബി ഭാഷ പ്രകാരം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ഉറുമ്പ് അല്ലെങ്കിൽ ചെറിയൊരു ഉറുമ്പിന്റെ ഒരു കാല്, അത്ര മാത്രമാണ്. അതായത് ഏറ്റവും ചെറിയൊരു പടപ്പിന് അള്ളാഹു ഉദാഹരണം പറയുകയാണ്. റൂഹുള്ള പടപ്പുകളിൽ വളരെ ചെറുതായ, പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പൊ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ആർക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ മനുഷ്യ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്ന പടപ്പുകളിൽ ഏറ്റവും ചെറുത് ഉറുമ്പാണല്ലോ. അല്ലാഹു തആല ആ ഒരു ഉറുമ്പിനെങ്കിലും നിങ്ങൾ എന്നാൽ പടക്ക്, അങ്ങനെ നിങ്ങൾക്ക് എന്റെ പടപ്പിനെ പോലെ സാദൃശ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ചെറിയൊരു ഉറുമ്പിനെ നിങ്ങൾ പടക്കൂ. ഔ ലയഖ്ലുഖു ഹബ്ബതൻ, അല്ലെങ്കിൽ ഒരു ഹബ്ബ്, ഒരു ധാന്യമണി. ഉറുമ്പ് വേണ്ട, ഉറുമ്പാകുമ്പോൾ അതിന് റൂഹൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു ധാന്യത്തെ പടക്കാൻ പറ്റുമോ? ഔ ലിയഖ്ലുഖു ശഈർ, അല്ലെങ്കിൽ ഒരു ഗോതമ്പ് അല്ലെങ്കിൽ ബാർലി, അങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പടക്കൂ. അതായത് അതൊന്നും നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യത്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടാക്കി സാധിക്കാത്ത ഇത്തരം അക്രമങ്ങൾക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത്. അത് അവസാനിപ്പിക്കണം എന്ന താക്കീതാണ് ഈ ഹദീസിലൂടെ, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ചിത്രം ഉണ്ടാക്കുന്നതിന്റെ ഗൗരവമാണ് സഹോദരങ്ങളെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമുള്ള ഹദീസ് വലഹുമ അൻ ആയിഷത, വലഹുമ അവർ രണ്ടുപേർക്കും എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. തൊട്ടുമുമ്പിൽ പറഞ്ഞത് ഇമാം ബുഖാരി മുസ്ലിം തന്നെയാണ് ഈ ഹദീസും ഉദ്ധരിച്ചിട്ടുള്ളത്. അൻ ആയിഷ, രണ്ടുപേരും ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് പരമ്പര എത്തുന്ന ഹദീസിൽ നിന്നും നമുക്ക് പറഞ്ഞു തരുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശദ്ദുൻ നാസി അദാബൻ യൗമൽ ഖിയാമ അല്ലദീന യുദാഹിഊന ബിഖൽഖില്ലാഹ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും കടുത്ത ശിക്ഷകൾക്ക് പാത്രമാകുന്നത് അല്ലദീന യുദാഹിഊന ബിഖൽഖില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പിനോട് സാദൃശ്യരാകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് അല്ലദീന യുദാഹിഊന ബിഖൽഖില്ലാഹ്? അല്ലാഹുവിന്റെ പടപ്പിനോട് സാദൃശ്യരാവാൻ വേണ്ടി ശ്രമിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കൊണ്ട് അത് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. കാരണം ഇതേ ലഫ്സിൽ അദ്ദേഹം പറയുന്നുണ്ട്, സമിഅ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അശദ്ദൻ നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ ശിക്ഷക്ക് പാത്രരാകുന്നത് ആരാണ്? അൽ മുസവ്വിറൂൻ, ചിത്രമുണ്ടാക്കുന്നവരാണ്, ചിത്രം വരക്കുന്നവരാണ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോ അല്ലദീന യുദാഹിഊന ബിഖൽഖില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അൽ മുസവ്വിറൂനാണ്, ചിത്രം ഉണ്ടാക്കുന്നവരാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ അത് നിസ്സാരമായ കാര്യമല്ല, വൻ പാപമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖിയാമത്ത് നാളിൽ കടുത്ത ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക, ചിത്രങ്ങൾ വരക്കുക. ഇനി ക്യാമറകൾ കൊണ്ടുള്ളതാണ് എങ്കിൽ പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായ പ്രകാരം അതുകൊണ്ട് ഫോട്ടോ എടുക്കുക. ഇതെല്ലാം ഇത്രയും ഗൗരവമുള്ള കാര്യമായിട്ടാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുശേഷം അദ്ദേഹം കൊടുക്കുന്നു വലഹുമ അൻ ഇബ്നു അബ്ബാസ്, അഥവാ ബുഖാരിയും മുസ്ലിമും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, ചിത്രമുണ്ടാക്കുന്ന രൂപമുണ്ടാക്കുന്ന മുഴുവൻ ആളുകളും നരകത്തിലാകുന്നു. യുജ്അലു ലഹു ബികുല്ലി സൂറത്തിൻ സവ്വറഹാ നഫ്സുൻ യുഅസ്സബു ബിഹാ ഫി ജഹന്നം,
അവർ ദുനിയാവിൽ വരച്ചു വെച്ച ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാകും, ജീവനുള്ളവ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചിത്രങ്ങൾ കൊണ്ട് അതിനൊരു രൂപം നൽകിക്കൊണ്ട് യുഅസ്സബു ബിഹാ ഫീ ജഹന്നം, നരകത്തിൽ അതിനെ കൊണ്ട് ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് ഏത് രൂപത്തിലാണ് നമുക്കറിയുകയില്ല, പക്ഷെ അതിനെ കൊണ്ട് ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വരക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് തന്നെ അല്ലാഹു തആല ശിക്ഷിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരാൾ തൗബ ചെയ്തു, ഒരാൾ അതിൽ നിന്നും തൗബ ചെയ്തു മടങ്ങിയാൽ അവൻ ആ ശിക്ഷയിൽ നിന്നും ഒഴിവാകുന്നതായിരിക്കും, അത് സംശയമില്ല. ഒരാൾ അത്തരം രൂപമുണ്ടാക്കിയ ആളാണ്, ചിത്രമുണ്ടാക്കിയ ആളാണ്, അതിൽ നിന്നും ഒരാൾ തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനത് പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, ഇതുപോലെയുള്ള വൻ പാപങ്ങൾ ചെയ്യുന്നവൻ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിർക്ക് പോലെയാണെന്ന് മനസ്സിലാക്കാൻ പാടില്ല. കാരണം ഷിർക്ക് ചെയ്തവൻ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ രണ്ടാമതൊരു വർത്താനമില്ല. കാരണം ഷിർക്ക് ചെയ്തവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ അതല്ലാത്ത ഏതു വൻപാപമാകട്ടെ അത് ചെയ്താൽ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ മറ്റായത്ത് കൊണ്ട് അത് വിശദീകരിക്കപ്പെടും. എന്താണത്? അല്ലാഹു തആലയുടെ മശീഅത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് പുറത്തു കൊടുക്കും, ഇല്ലെങ്കിൽ പുറത്തു കൊടുക്കുകയില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഷിർക്ക് ചെയ്യുന്നത് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. ഒരാൾ മരിച്ചാൽ ഷിർക്കിലാണെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ള ഏത് തിന്മയാണെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു കൊടുക്കും. അതിൽപ്പെട്ടതാണിത്, ഷിർക്കിന്റെ താഴെ വരുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാണിത്. അപ്പൊ ഏതൊരു ഹദീസും അങ്ങനെ മനസ്സിലാക്കണം. എന്നാൽ ഖവാരിജുകളായ ആളുകൾ അങ്ങനെയല്ല മനസ്സിലാക്കാറുള്ളത്. അവർ ഇത്തരത്തിലുള്ള ഹദീസുകൾ മറ്റ് ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും വിശദീകരിക്കുകയില്ല. അതുകൊണ്ട് ഇന്നത് ചെയ്താൽ നരകത്തിലാണ്, വ്യഭിചാരി നരകത്തിലാണ്, മോഷ്ടാവ് നരകത്തിലാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ അവർ അതുപോലെ തന്നെ അതിനൊരു അള്ളാഹുവിന്റെ ഒരു മഗ്ഫിറത്തോ മശീയത്തോ ഒന്നും അതിനിടയിലില്ല എന്ന രൂപത്തിലാണ് അവർ വിശദീകരിക്കുക. ശരിയല്ല. വൻപാപം ഏതുമാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും. അതായത് തൗബ ചെയ്യാത്ത ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു തആല അത് പുറത്തു കൊടുക്കും. പക്ഷെ ലിമൻ യശാ, നമുക്കറിയുകയില്ല ആർക്കാണ് പുറത്തു വരിക എന്നറിയുകയില്ല. ഒരു പക്ഷേ അള്ളാഹുവിന് അങ്ങേയറ്റം പേടിയുള്ള ഒരു മനുഷ്യൻ, പക്ഷെ ഏതെങ്കിലും അവസരത്തിലൊക്കെ തെറ്റുപറ്റിയ ആളായിരിക്കാം, അയാൾക്കായിരിക്കാം പുറത്തു കൊടുക്കുക. എന്നാൽ ഇങ്ങനെല്ലാം അറിഞ്ഞിട്ടും തെറ്റുകൾ ചെയ്യുന്നവന് അള്ളാഹു തആല ചിലപ്പോൾ പുറത്തു കൊടുത്തിരിക്കില്ല. അത് ആർക്കാണ് പുറത്തു കൊടുക്കുക, ആർക്കാണ് പുറത്തു കൊടുക്കാത്തത് നമുക്ക് അറിയുകയില്ല. സ്വർഗവും നരകവും തമ്മിലുള്ള വിഷയമുള്ള കാര്യമാണ്. അതുകൊണ്ട് തിന്മകളെ നിസ്സാരമാക്കാനല്ല പറഞ്ഞത്, മറിച്ച് ഈ ഹദീസുകളൊക്കെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മശീയത്ത് അതിനിടയിലുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ പുറത്തു കൊടുക്കുകയില്ല എന്ന കാര്യം മനസ്സിലാക്കാണ്. വലഹുമ അൻഹു മർഫൂഅൻ, ഇമാം ബുഖാരിയും മുസ്ലിമും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന മറ്റൊരു മർഫൂആയ ഒരു ഹദീസ്, മൻ സവ്വറ സൂറത്തൻ ഫിദ് ദുനിയ, ആരെങ്കിലും ദുനിയാവിൽ ഒരു ചിത്രമുണ്ടാക്കി രൂപമുണ്ടാക്കി, കുല്ലിഫ അൻ യൻഫുഖ ഫീഹ റൂഹ്, അല്ലാഹു തആല നാളെ അതിൽ റൂഹ് ഊതാൻ വേണ്ടി അവനെ നിർബന്ധിക്കുന്നതാണ്, റൂഹ് ഊതാൻ വേണ്ടി അവനോട് പറയുന്നതാണ്. വലൈസ ബിനാഫിഖ്, എന്നാൽ അവനത് ഊതാൻ സാധിക്കുകയില്ല. അല്ലാഹു തആലയുടെ മാത്രം കഴിവാണ് റൂഹ് ഊതുക, റൂഹിന് വേണ്ടി റൂഹ് നൽകുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അങ്ങനെ സാധിക്കാത്തതായ ഒരു ശിക്ഷയായിരിക്കും കൊടുക്കുക, അവനത് സാധിക്കുകയില്ല. അപ്പൊ അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പറയുന്ന താക്കീതുകളെല്ലാം ആർക്കൊക്കെ ബാധകമാകും? അതായത് ഈ പറയുന്ന രൂപമുണ്ടാക്കുന്നതാകട്ടെ, ചിത്രം വരക്കുന്നതാകട്ടെ, നാം നേരത്തെ പറഞ്ഞ അഭിപ്രായത്തിൽപ്പെട്ട ക്യാമറയുടെ വിഷയമാകട്ടെ, ഇത് ആർക്കൊക്കെയാണ് ബാധകമാകുക? ഒന്നാമത്തത് അൽ മുസവ്വിറു നഫ്സു, ചിത്രമുണ്ടാക്കുന്നവൻ അല്ലെങ്കിൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നവൻ ആരാണോ അവനായിരിക്കും ഒന്നാമത്തെ ആൾ, അവനാണ്. രണ്ടാമത്തത് അൽ ആമിറു ബിത് തസ്വീർ, ചിത്രം ഉണ്ടാക്കാൻ കൽപ്പിക്കുന്നവനും ഇതേ ശിക്ഷയാണ്. ഇപ്പോൾ ഒരാളൊരു കുട്ടിയോട് ഫോട്ടോ എടുത്തു തരാൻ പറയുന്നു, ഇന്നയാളോട് ഫോട്ടോ എടുത്തു തരാൻ പറയുന്നു, അപ്പം ആരാണോ പറഞ്ഞത് അവനും ഈ ശിക്ഷയുണ്ട്. അതല്ലാതെ അവൻ ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. മൂന്നാമത്തത് അർറാളി അൻ യുസവ്വർ, ചിത്രീകരിക്കപ്പെടുന്നത് തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ അവനും അത് കൂട്ടത്തിൽ ഉൾപ്പെടും. ഒരാളെ ഫോട്ടോ എടുക്കുന്നു, നീ അത് ഹറാമായിട്ടാണ് കാണുന്നത് എങ്കിൽ നീ അത് നിന്റെ ചിത്രം വരക്കുന്നതാകട്ടെ, നിന്റെ ചിത്രം ഒരു രൂപമാക്കി കോലത്തിൽ കിട്ടുന്നതാകട്ടെ, എനിക്ക് ക്യാമറ കൊണ്ടെടുക്കുന്നതാകട്ടെ, ക്യാമറ കൊണ്ടെടുക്കുന്ന നീ ഹറാമായിട്ടാണ് കാണുന്നത് എങ്കിൽ നീ ചിത്രീകരിക്കപ്പെടുന്നതിന് തൃപ്തിപ്പെടാൻ പാടില്ല, നീ അതിന് വിലക്കണം, എന്നെ ചിത്രം എടുക്കരുത് എന്ന് നീ പറഞ്ഞു അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. മസ്ലഹത്തുള്ള കാര്യങ്ങൾക്കൊഴികെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ഒരാൾക്ക് പാസ്പോർട്ടിന് വേണ്ടി ഫോട്ടോ എടുക്കേണ്ടി വരും, എയർപോർട്ടിലേക്ക് ചെന്നെത്തിയാൽ അവർ
ഫോട്ടോ എടുക്കും. ഇങ്ങനെ പല കാര്യങ്ങൾക്കും ആവശ്യമുള്ള കാര്യമുണ്ട്. അതല്ലാതെ വെറുതെ ഒരാൾ ഫോട്ടോ എടുക്കുന്നു, നീ ആണെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ് എന്നാണ് നീ മനസ്സിലാക്കുന്നത് എങ്കിൽ അത് നീ തൃപ്തിപ്പെടാൻ പാടില്ല. അങ്ങനെ തൃപ്തിപ്പെട്ട് നീ അത്തരം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അവനും ഈ പറയുന്ന താക്കീതുകളിൽ ഉൾപ്പെടും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരാൾ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ എത്രയോ ആളുകൾ എടുക്കുന്നുണ്ടാകും. പ്രത്യേകിച്ചും അങ്ങനെ ഒരു കാലഘട്ടമാണിത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് പോയാൽ ഓരോരുത്തരും ഇങ്ങനെ ക്യാമറ പൊന്തിച്ച്, കാരണം മൊബൈൽ ഫോൺ മതി, അതുകൊണ്ട് എടുക്കുന്നുണ്ടാകാം. നമ്മുടെ അറിവിൽപ്പെട്ട കാര്യമല്ല, നമ്മുടെ തൃപ്തിയുമില്ല. അങ്ങനെ ആരെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ആരൊക്കെയാണെന്ന് അന്വേഷിച്ചു പോയി അതൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ബാധ്യതയൊന്നും നമുക്കില്ല. മറിച്ച് ഈ പറയുന്ന 3 ഇനങ്ങളിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. നമ്മൾ ഫോട്ടോ എടുക്കാൻ പാടില്ല, നമ്മൾ ഫോട്ടോക്ക് കൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾ നമ്മളെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ അതിനെ തൃപ്തിപ്പെട്ട് പോസ്റ്റ് ചെയ്യാനും പാടില്ല. ഇത് 3ഉം പാടില്ല. അതല്ലാത്തതിന് നമുക്ക് ബാധ്യതയില്ല. ഇതെല്ലാം സഹോദരങ്ങൾ ഞാൻ പറഞ്ഞ അടിസ്ഥാന ആദ്യം മനസ്സിലാക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ തന്നെ ക്യാമറ കൊണ്ടെടുക്കുന്നതിൽ പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിലുള്ള ഫോട്ടോ എടുക്കുന്നുണ്ടാകാം, അവർ ഷെയർ ചെയ്യുന്നുണ്ടാകാം, അവരതിന് പോസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നമ്മൾ അവരെ ഈ ഒരു കാര്യം പറഞ്ഞ്, ഇത്രയും ഗൗരവമുള്ള ഹദീസുകൾ പറഞ്ഞ് അവരെ ആക്ഷേപിക്കുക എന്നുള്ളത് നമ്മൾ പാടില്ല. കാരണം അവർ ആ ഫോട്ടോ ക്യാമറ കൊണ്ടെടുക്കുന്നത് ഇതിൽ പെടില്ല എന്നത് കണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടും നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ മര്യാദ, അതിന്റെ നിലപാടെടുക്കേണ്ട രീതി തുടക്കം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവരത് കേട്ട് അത് മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറയുന്നു. അവസാനമായി കൊടുത്തിട്ടുള്ള ഒരു ഹദീസ്, വലി മുസ്ലിമിൻ അൻ അബിൽ ഹയ്യാജ് ഖാൽ, ഇമാം മുസ്ലിം അബുൽ ഹയ്യാജ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഖാല ലി അലിയുൻ, എന്നോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അല അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ നിയോഗിച്ച അതേ കാര്യത്തിന് ഞാൻ നിന്നെയും നിയോഗിക്കട്ടെയോ? അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനാണ്, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയാണ്. അപ്പൊ അദ്ദേഹം ഉത്തരവ് നടപ്പാക്കുന്നവരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരാളോട് അദ്ദേഹം പറയുകയാണ്, അബുൽ ഹയ്യാജിനോട് പറയുകയാണ്, റസൂലുള്ള ഭരണം നടത്തുന്ന സമയത്ത് എന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അതേ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കട്ടെയോ? എന്നിട്ട് 2 കാര്യം പറഞ്ഞു. അല്ലാ തദഅ സൂറത്തൻ ഇല്ലാ തമസ്സഹ, നീ ഒരു ചിത്രവും ബാക്കി വെക്കാൻ പാടില്ല, അത് നീ മായ്ച്ചു കളഞ്ഞിട്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിരുന്നു. കാബയിൽ ഒരുപാട് വിഗ്രഹങ്ങളോടൊപ്പം തന്നെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ചിലതൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് മറ്റുമൊക്കെ തുടച്ചിരുന്നു. വിഗ്രഹങ്ങൾ മാത്രമല്ല, ചിത്രങ്ങളും കാബക്കകത്ത് വരച്ചിരുന്നു എന്ന് കാണാം. അതൊക്കെ മായ്ക്കാൻ പറഞ്ഞ് മായ്ച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വിഗ്രഹങ്ങളെ അതൊക്കെ ഉടച്ചു നീക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത, ഒരു ഖബറും ഉയർന്നതായിട്ട് ബാക്കി വെക്കാൻ പാടില്ല, ഇല്ലാ സവൈത, നീ അത് നിരപ്പാക്കിയിട്ടല്ലാതെ, ഭൂമിയോട് നിരപ്പാക്കിയിട്ടല്ലാതെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം പറഞ്ഞ സഹോദരങ്ങൾ, അല്ലാത്തത് അസൂറത്തൻ ഇല്ലാ തമസ്തഹ, ഒരു ചിത്രത്തെയും അത് മായ്ച്ചു കളയാതെ ബാക്കി വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ചിത്രം എടുക്കാൻ പാടില്ല ഒന്നാമത് മനസ്സിലാക്കുകയാണ്. കാരണം എടുക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് എടുത്തതിന് മായ്ക്കാൻ പറയുന്നത്. രണ്ടാമത്, അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് നിർബന്ധമായും നമ്മൾ അത് എന്ത് ചെയ്യണം? അത് നീക്കം ചെയ്യേണ്ടതുണ്ട് എന്ന് കാണാം. അത് വിഗ്രഹമാണെങ്കിൽ അത് ഒഴിവാക്കണം. അതിലേറ്റവും കുറഞ്ഞത് ഒഴിവാക്കണം അതിന്റെ തലയാണ്. കാരണം ഹദീസിൽ വന്നു, അസ്സൂറത്തു അർറഅസ്, ചിത്രം എന്ന് പറയുന്നത് തലയാണ്. ഫൈദാ ഖുതി അർറഅസു ഫലാ സൂറ, തല വിച്ഛേദിക്കപ്പെട്ടാൽ പിന്നീട് അത് ചിത്രം എന്ന് പറയുകയില്ല. അപ്പൊ അങ്ങനെ ഒരു വസ്തു ഉണ്ട്, വലുതാണ്, അത് ഏറ്റവും കുറഞ്ഞത് അതിന്റെ തല ഒഴിവാക്കുക. ഇതൊക്കെ സഹോദരങ്ങൾ നമ്മുടെ കീഴിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മുടെ പരിധിയിലുള്ള കാര്യമാണ് പറയുന്നത്. റോഡിലുള്ളതോ അപ്പുറത്തെ വീട്ടിലുള്ളവന്റേതോ ഒന്നുമല്ല, നമ്മുടെ കീഴിലുള്ള. കാരണം ഇത് ഇൻകാറുൽ മുൻകറാണ്, തിന്മ വിരോധിക്കലാണ്. തിന്മ വിരോധിക്കലിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. കഴിവിൽപ്പെട്ടത് മാത്രമേ വിരോധിക്കാൻ പാടുള്ളൂ. ഷറഇൽ നമുക്ക് പരിധിയിലുള്ളത് മാത്രമേ നമുക്ക് കൈകൊണ്ട് ഒഴിവാക്കാനുള്ള അനുവാദമുള്ളൂ. മറ്റുള്ളവന്റെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ പരിധിയിൽ പോയിട്ടോ നമുക്കത് ചെയ്യാൻ അനുവാദമില്ല, മുസ്ലിം ഭരണാധികാരി ഉണ്ടെങ്കിൽ അല്ലാതെ. മുസ്ലിം ഭരണാധികാരിക്ക് ആ രാജ്യത്തുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇടപെടാൻ അനുവാദമുണ്ട്. അതല്ലാത്ത സ്ഥലത്ത് നമ്മുടെ കയ്യിൽ, നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു വിഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ചിത്രമുണ്ട്, നമ്മുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കളുണ്ട് എങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുക. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ തല ഒഴിവാക്കിയാൽ തന്നെ അത് മതിയാകും. കാരണം തല ഒഴിവാക്കിയാൽ അതിനെ ചിത്രമെന്ന് വിളിക്കുകയില്ല എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി തുണിയിലോ മറ്റോ ഉള്ളതാണ് എങ്കിലും അതിന്റെ തലഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കളറുകൾ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ അതിന് മുകളിൽ വെച്ചുകൊണ്ടോ ആ തലഭാഗം ഇല്ലാതാക്കി കളയുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ചിത്രം എന്ന് വിളിക്കപ്പെടുകയില്ല. കാരണം അസ്സൂറത്തു അർറഅസ്
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചിത്രം എന്ന് പറഞ്ഞാൽ തലയാണ്. അപ്പൊ തലയില്ലെങ്കിൽ പിന്നീട് അതിന് ചിത്രം എന്ന് പറയില്ല. മറ്റു മരങ്ങളെയും മറ്റു സാധാ വസ്തുക്കളെയും ഒക്കെ പോലെ ഒരു കാര്യം മാത്രമാണ്. രണ്ടാമത് റൂഹുള്ള വസ്തുക്കളെ അറിയപ്പെടുന്നത് തന്നെ അതിന്റെ തല കൊണ്ടാണ്. റൂഹുള്ള വസ്തുക്കൾ, അപ്പൊ തല എന്ന് പറയുന്നത് ഒരു ആത്മാവുള്ള വസ്തുക്കളുടെ ഒരു അടയാളം തന്നെയാണ് തല എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവില്ലാത്ത വസ്തുക്കൾക്കൊന്നും തലയില്ല, ചെടിക്ക് തലയില്ല, കല്ലിനൊന്നും തലയില്ല. അപ്പൊ അത് ആത്മാവുള്ള വസ്തുക്കളെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തല എന്ന് പറയുന്നത് ഹദീസിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ആത്മാവുള്ളൊരു വസ്തുക്കളെ അറിയപ്പെടാൻ വേണ്ടിയാണ് തല എന്ന് പറയുന്നത്. അപ്പൊ അത് പോയാൽ തന്നെ ആ ചിത്രം ഇല്ലാതായി എന്ന് മനസ്സിലാക്കുക. അപ്പൊ തലയില്ലാത്ത മറ്റു ചിത്രങ്ങൾ അത് ഈ പരിധിയിൽ പെടുകയില്ല എന്ന് മനസ്സിലാക്കുക. തലയില്ലാത്ത ഒരാൾ കൈയുടെ ചിത്രം ഒരു ആവശ്യത്തിനെടുത്താൽ അത് ഈ പരിധിയിൽ പെടുകയില്ല, കാലിന് ചിത്രം എടുത്താൽ ഈ പരിധിയിൽ പെടുകയില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഉമൂമുൽ ബൽവ, പൊതുവായിട്ടുള്ള ചില മുസീബത്തുകളുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല. അതിൽപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ പല പ്രൊഡക്റ്റിന്റെ മേലെയും ഉള്ള, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിയാൽ അതിൽ ചിത്രം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കുപ്പിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു വാങ്ങിയാൽ അതിലൊക്കെ ചിത്രം, നമ്മൾ നോട്ട്ബുക്ക് എല്ലാത്തിലും അങ്ങനെ വാങ്ങുന്നതിലൊക്കെ ചിത്രം. അങ്ങനെ അതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പോയാൽ നമുക്കതെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് പ്രയാസകരമാകുന്ന കാര്യമാണ്. അങ്ങനെ പ്രയാസകരമാകുന്ന, നമുക്ക് ചെയ്താൽ തീരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ശരീഅത്തിലുള്ള അളവുണ്ട്, അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നാണ്. അങ്ങനെയുള്ള ഓരോ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ, ഒരു പത്രം ചില സമയത്ത് നമുക്ക് ആവശ്യമായിരിക്കും അത് ചില വാർത്തകൾ അറിയുന്നതിന് വേണ്ടി. അപ്പൊ ഒരുപാട് ചിത്രങ്ങളാണ്. അപ്പോൾ അതിന്റെ എല്ലാത്തിന്റെയും തലവെട്ടി പോവുക എന്നുള്ളത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ചെയ്യേണ്ടതില്ല. അതുപോലെ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റുകളിലൊക്കെ ഉണ്ടാകും. അപ്പൊ അത് നമ്മളതിനെ എടുത്തു വെച്ച് കാണുന്ന രൂപത്തിൽ ഒരു സ്ഥലത്ത് എടുത്തു വെക്കാതിരുന്നാൽ മതി. നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ വലിയ പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ വെക്കാതെ മാറ്റിവെച്ചാൽ തന്നെ മതിയാണ്. കാരണം നമ്മൾ വാങ്ങുന്ന പല പ്രൊഡക്റ്റിലും ഒരാവശ്യവുമില്ലാതെ തന്നെ എല്ലാത്തിലും ചിത്രങ്ങൾ വരുന്നൊരു കാലമാണ്. അപ്പൊ അത് പ്രയാസമുള്ള കാര്യമാണ്. അവിടെ പണ്ഡിതന്മാർ പറയുന്നത് ശരീഅത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഉമൂമുൽ ബൽവ, മൊത്തത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് തയ്സീർ വരും, എളുപ്പം വരും. അതിന് നമ്മൾ പിന്നാലെ പോയി ബുദ്ധിമുട്ടേണ്ടതില്ല എന്നാണ്. കാരണം ചില ആളുകൾ ആ വിഷയത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടി കറൻസികൾ പോലും വീട്ടിനകത്ത് സൂക്ഷിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പാസ്പോർട്ട് പോലും വീട്ടിനകത്ത് സൂക്ഷിക്കാൻ പാടില്ല, അത് പുറത്തൊരു മുറി ഉണ്ടാക്കി സൂക്ഷിക്കണം എന്നൊക്കെ ചിന്തിച്ച് ചെയ്യുന്നവരുണ്ട്. അതൊന്നും ശരിയല്ല. പണ്ഡിതന്മാർ ആ രൂപത്തിൽ ആരും പറഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ ചിത്രം തന്നെയാണല്ലോ, അതൊക്കെ ചിത്രം തന്നെയാണ്. പക്ഷെ അതൊക്കെ നമുക്കതല്ലാതെ വേറെ വഴിയില്ലാത്തതായ ചില കാര്യങ്ങളാണ്. എന്നാൽ കുട്ടികളുടെയൊക്കെ വസ്ത്രങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഈ ഹദീസിൽ അത് ഉൾപ്പെടുമെന്നുള്ളതാണ്. ഈ ഹദീസിൽ ഉൾപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇബ്നു ഉസൈമിൻ റഹിമഹുള്ളയൊക്കെ ക്യാമറ കൊണ്ടുള്ള ചിത്രം അനുവദിക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിലാണ്. പക്ഷേ വസ്ത്രങ്ങളിലും മറ്റും ഉണ്ടാകുന്ന ചിത്രത്തെ അദ്ദേഹം എതിർക്കുകയാണ്. കാരണം അത് പാടില്ല. അത് ക്യാമറ കൊണ്ട് എടുത്ത് അതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വസ്തുവല്ല, അത് വസ്ത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പല കുട്ടികളും അത് ശ്രദ്ധിക്കാറില്ല. കാർട്ടൂൺ, അതുപോലെയുള്ള മറ്റ് മൃഗങ്ങൾ, ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ ശരീരത്തിന്റെ മുമ്പിലും പുറത്തൊക്കെ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് പറഞ്ഞത് വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത, ഉയർന്നു നിൽക്കുന്ന ഒരു കബറും അത് പരത്തി നിരപ്പാക്കാതെ വിടാൻ പാടില്ല എന്നാണ്. ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് സഹോദരങ്ങളെ, ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണിത്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിച്ചിട്ടുണ്ട്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അത് കൽപ്പിച്ചിട്ടുണ്ട്. സഹാബികൾ അത് ചെയ്തു. അതായത് ഈ ഒരു നിയമത്തിന് നസ്ഖ് വന്നിട്ടില്ല. കാരണം അവർ പറയും ഇത് ആദ്യഘട്ടത്തിലാണ്, പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുപോലും പറയാൻ സാധിക്കില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് ശേഷവും സഹാബി, പിന്നീട് വഹി വരാനില്ലല്ലോ, 4ാമത്തെ ഖലീഫയാണ് അലി ബിൻ അബി ത്വാലിബ്. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൽപ്പന എന്ന് പറഞ്ഞിട്ട് അത് ഖബർ നിരപ്പാക്കാൻ പറയുന്നത്. അതിൽ മഹാന്മാരുടെ ഖബറിന് വേറെ, അല്ലാത്തവർക്ക് വേറെ എന്ന് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അന്നുണ്ടായിരിക്കും മുഴുവൻ മഹാന്മാരായിരിക്കും, യാതൊരു സംശയവുമില്ല. ഏറ്റവും ഉത്തമ നൂറ്റാണ്ടിലുള്ള ആളുകളാണ്. എന്തായാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ആളുകളെക്കാളും മഹാന്മാരായിരിക്കും. അപ്പൊ ഈ പറയുന്ന മുഴുവൻ മഹാന്മാരുടെ ഖബർ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും ആവശ്യമില്ല. കാരണം എല്ലാ ഖബറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഖബ്റൻ നിക്കറായിട്ടാണ് പറഞ്ഞത്. അതായത് ഭാഷാ നിയമത്തിൽപ്പെട്ടതാണ്. അങ്ങനെ അലിഫ്ലാം കൂട്ടാതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഖബറും അതിൽ ഉൾപ്പെട്ടു. ഒരു ഖബറും അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പോലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പോലും അങ്ങനെ തന്നെയാണ്. ഖബറാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ശരീഅത്തിൽ നൽകിയ ഇളവാണ് ഒരു ചാൺ ഉയർത്തുക എന്നുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഖബറാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ചവിട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഖബറിന്റെ മുകളിൽ ചവിട്ടുക എന്നുള്ളതിനെ അനാദരിക്കലാണ്, അത് പാടില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചാൺ വെക്കുക എന്ന് പറയുന്നത്.
ഇതുകൂടി നിങ്ങൾ നോക്കണം. ഷാഫി മദ്ഹബിലൊക്കെ ചില കിതാബുകളിൽ ഫത്ഹുൽ മുഈൻ ആണെന്ന് തോന്നുന്നു, അല്ലാഹു അലം, കാണാൻ സാധിക്കും. കുഫാറുകൾ മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കുന്ന, അതായത് മയ്യത്തിനെ പോലും എടുത്ത് ഉപദ്രവിക്കുന്ന സമയങ്ങളുണ്ട് എങ്കിൽ ആ ഒരു ചാണ് പോലും ഉയർത്തേണ്ടതില്ല, നിരപ്പാക്കി കളയുക. കാരണം അവർ അതിൽ നിന്നും മയ്യത്ത് എടുത്തുകൊണ്ട് അതിനെ കോലം കെടുത്തുന്ന, ചിത്രവധം നടത്തുന്ന രൂപമുണ്ട്. അങ്ങനെ ചെയ്യുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അവിടെ അതുപോലും ചെയ്യേണ്ടതില്ല എന്ന് ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ കാണാൻ സാധിക്കും. കാരണം അവർക്ക് മനസ്സിലാകാതിരിക്കാൻ. കാരണം ചവിട്ടി അനാദരിക്കുന്നതിനേക്കാൾ മോശമാണല്ലോ അതെടുത്ത് അനാദരിക്കുക എന്നുള്ളത്. അപ്പൊ ചെറിയ ഷർറ് അവിടെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള നിലക്ക് അതുപോലും വേണ്ടതില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിലൊന്നും മഹാന്മാരുടേതോ അതല്ലാത്ത സാധാരണക്കാരുടേതോ എന്നുള്ളൊരു വ്യത്യാസമില്ല. ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരേണ്ടതാണ്. ഉണ്ടെങ്കിൽ ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരേണ്ടതാണ്. അതല്ലാതെ ബാഗ്ദാദിലൊരു ഖബർ ഞങ്ങളിങ്ങനെ ചാടിക്കടന്നിരുന്നു, ഇന്നൊരു സ്ഥലത്തൊരു ഖബർ ചാടിക്കടന്നു, ഇത് ആർക്ക് തെളിവാണ്? ആർക്കാണ് ഇത് തെളിവ്? ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളത് ആർക്കും തെളിവല്ല. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളത് ആർക്കും തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുള്ള സമയത്ത് ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചു എന്ന് പോയാൽ പോലും തെളിവല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു എന്ന് അറിയുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് പോലുമില്ല. അപ്പോഴാണ് ശേഷമുള്ള ഏതോ കാലഘട്ടത്തിൽ ഇന്ന ആളുകളുടെ ഖബറുകൾ ഞങ്ങൾ ചാടിക്കടക്കുമായിരുന്നു, അപ്പൊ അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബർ കെട്ടി ഉയർത്തിയിട്ടുണ്ട്, വലിയ തെളിവായിട്ട് കൊണ്ടുവരുവാണ്. സഹോദരങ്ങൾ, തെളിവ് ഖുർആനാണ്, തെളിവ് ഹദീസാണ്. ഇതൊന്നുമല്ല സലഫുകളുടെ ഒരു കൗല് പോലുമല്ല. ഏതോ കാലഘട്ടത്തിൽ ആരോ എന്തോ ചെയ്തു എന്ന് പറയുന്നത് ഇത്ര വ്യക്തമായി ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹ് മുസ്ലിമിലുള്ള ഈ ഹദീസിന് മറുപടിയായിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരു തെളിവുമില്ലാത്ത കാര്യമാണ് ഖബർ കെട്ടിയുയർത്തുക എന്നുള്ളത്. എല്ലാ ശിർക്കിലേക്കും വഴി വെച്ചിട്ടുള്ളത് ഖബർ കെട്ടിയുയർത്തപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ധാരാളം തെളിവുകളും മറ്റുമൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. ഇല്ല സൗവൈത്ത്, അത് ഇങ്ങനെ നിരപ്പാക്കി ഞാൻ പറഞ്ഞതുപോലെ ശരീഅത്തിൽ അനുവദിച്ച ഒരു ചാൺ അതുമാത്രം ഉയർത്തുക. ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഒക്കെ വാക്കുകൾ ഇതിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത് ചെയ്യേണ്ടത് ഇതും വലിയ അമറിന്റെ നേതൃത്വത്തിൽ മാത്രമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യാൻ അനുവാദമില്ല. ഒരു ഖബറുണ്ടെങ്കിൽ അത് പൊളിക്കാൻ നമുക്ക് അനുവാദമില്ല. ഇത് വലിയ അമറാണ് ചെയ്യേണ്ടത്. വലിയ അമർ ഏർപ്പെടുത്തിയ മുസ്ലിം ഭരണാധികാരി ഏർപ്പെടുത്തിയ ആളുകളാണ് ഇത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. അപ്പൊ ഈ ഹദീസിൽ ചിത്രവുമായി ബന്ധപ്പെട്ട വിഷയമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇതുകൂടി ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയത്. ശേഷമുള്ള അധ്യായം ബാബു മാ ജാഅ ഫി കസ്റത്തിൽ ഹലിഫ്, അധികമായി സത്യം ചെയ്യുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട അധ്യായം. സത്യം ചെയ്തു പറയുക, വല്ലാഹി എന്ന് പറയുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുന്ന വിഷയമല്ല, അത് കഴിഞ്ഞുപോയി. ആ ഭാഗം നമ്മൾ നേരത്തെ പഠിച്ചു മനസ്സിലാക്കി. അത് ഷിർക്കുൻ അക്ബർ ആകുന്നത് എപ്പോൾ, ഷിർക്കുൻ അസ്ഗർ ആകുന്നത് എപ്പോൾ എന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് അള്ളാഹുവിന്റെ പേരിൽ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതെന്തിനാണ് അങ്ങനെ ഒരു കാര്യം ഈ അധ്യായത്തിൽ കിതാബ് തൗഹീദിൽ കൊണ്ടുവന്നിട്ടുള്ളത്? വല്ലാഹി എന്ന് പറയുന്നത് അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണല്ലോ സത്യം ചെയ്യുന്നത്. എന്നിട്ടും കിതാബ് തൗഹീദിൽ എന്തിനാണ് അതുമായി ബന്ധപ്പെട്ട വിലക്കുകളൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിന് ഒരു വിലയുണ്ട്. നമുക്ക് തോന്നിയ കാര്യത്തിനൊക്കെ വല്ലാഹി വല്ലാഹി എന്ന് പറയുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു അപമര്യാദയാണ്. എന്തിനും ഏതിനും നമ്മൾ വല്ലാഹി എന്ന് പറയുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമേ അല്ല. അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമേ അല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതിലൊന്നാമതായി കൊടുത്തത് അല്ലാഹു തആല പറയുന്നു, വഖൗലില്ലാഹി തആല വഹ്ഫളൂ അയ്മാനക്കും, നിങ്ങൾ നിങ്ങളുടെ സത്യങ്ങൾ, ശപഥങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുവിൻ. ഇഹ്ഫൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പണ്ഡിതന്മാർ പറയുന്നു, രണ്ട് രൂപത്തിലാണ് ശപഥങ്ങളെ സംരക്ഷിക്കുക, സത്യം ചെയ്യുന്നതിന് സംരക്ഷിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കണം, ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യമായാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. വഹ്ഫളൂ അയ്മാനക്കും എന്ന് പറയുമ്പോൾ ഒന്നാമത് അത്യാവശ്യത്തിനെ സത്യം ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ എല്ലാത്തിനും വല്ലാഹി വല്ലാഹി, ചില ആളുകൾ നാവിൽ വരുന്ന കാര്യം, എല്ലാത്തിനും വല്ലാഹി 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 ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ശരിയല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിന് ആദരവ് കൊടുക്കേണ്ടതുണ്ട്. നിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സത്യം ചെയ്യപ്പെടാനുള്ളതല്ല റബ്ബിന്റെ നാമം. അതുകൊണ്ട് തന്നെ വല്ലാഹ് വല്ലാഹ് എന്ന് എല്ലാത്തിനും പറയുക എന്നുള്ളത് ഒഴിവാക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തത് വഹ്ഫളൂ അയ്മാനക്കും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് ലംഘിക്കാൻ പാടില്ല. വല്ലാഹി എന്ന് പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്താൽ നീ അത് ലംഘിക്കാൻ പാടില്ല. അതിനേക്കാളും ഹൈറുള്ള ഒരു കാര്യം നിനക്ക് കാണുകയാണെങ്കിൽ അല്ലാതെ അവിടെ നിനക്ക് കഫാറത്തുൽ യമീൻ ഉണ്ട്. ശപഥം ലംഘിച്ചതിന് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ
അങ്ങനെയുള്ള കാര്യമുണ്ട്. അതായത് നമ്മൾ വല്ലാഹി ഞാൻ ഇന്നത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു, പക്ഷേ അതിനേക്കാളും അങ്ങനെ ചെയ്യാതിരുന്നത് മോശമാണ്, അങ്ങനെ അത് ചെയ്യേണ്ടതുണ്ട്, അതാണ് ഏറ്റവും നല്ലത് എന്ന് പിന്നീട് മനസ്സിലാക്കിയാൽ നമ്മൾ ആ പറഞ്ഞതിന്റെ പേരിൽ കഫാറത്തുൽ യമീൻ ഉണ്ട്, പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് വഹ്ഫദു അയ്മാനക്കും, നിങ്ങൾ ശബദങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നാവ് സംരക്ഷിക്കണം, അമിതമായി അത് പറയാൻ പാടില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല, നിർബന്ധമായി നിങ്ങൾ അത് പാലിക്കേണ്ടതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലാണ് നിങ്ങൾ സത്യം ചെയ്തിരിക്കുന്നത്, അത് മനസ്സിലാക്കുക. പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു തആലയുടെ പേരിനെ, റബ്ബിനെ ആദരിക്കുക, സത്യം ചെയ്യലിൽ അല്ലാഹുവിനെ ആദരിക്കുക എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ, ഒന്ന്, അള്ളാഹുവിന്റെ പേരിൽ അല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വല്ലാഹി എന്ന് മാത്രമേ സത്യം ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് പോലും പാടുള്ളൂ, അതല്ലാത്ത ഒരു കാര്യവും നമ്മൾ സത്യം ചെയ്യാൻ പാടില്ല. ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം, കാബയാണ് സത്യം പോലും സഹോദരങ്ങൾ പാടില്ല. ഹദീസിൽ നേർക്ക് നേരെ വന്നിട്ടുള്ള കാര്യമാണ്, കാബയുടെ പേരിൽ പോലും സത്യം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത്, സത്യം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നത് സത്യം മാത്രമേ ആകാൻ പാടില്ല, കളവ് ഒരിക്കലും പറയാൻ പാടില്ല. വല്ലാഹി എന്ന് പറഞ്ഞൊരു കളവ് പറയാൻ പാടില്ല, അത് വൻ പാപത്തിൽപ്പെട്ട കാര്യമാണ്, വൻ പാപത്തിൽപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ സത്യം ചെയ്തു പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കണം. ആ അധ്യായം നമ്മൾ നേരത്തെ മനസ്സിലാക്കി. വല്ലാഹി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കണം. അതിന്റെ വിശദീകരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ അത്ര വലിയ പെരുന്നോണയാണ് മനസ്സിലാക്കിയാൽ നമ്മളത് കളവായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കാരണം അവൻ അത്ര പെരുന്നോണയനാണ്. പക്ഷെ നമുക്ക് ഒരാളെ കുറിച്ചിട്ട് അങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരാൾ വല്ലാഹി എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ വിശ്വസിക്കുകയാണ് വേണ്ടത്. കാരണം റബ്ബിന്റെ പേരിനെ നമ്മൾ വിശ്വസിക്കണം. അവൻ റബ്ബിന്റെ പേര് വെച്ച് സത്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കുകയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. നാലാമത്തെ കാര്യമാണ് ഈ അധ്യായത്തിൽ വരുന്നത്, ആ യമീനിനെ സംരക്ഷിക്കുക. അത് പറയുന്നതിന് മുമ്പാണെങ്കിൽ അമിതമായി പറയാതെ ഒഴിവാക്കുക, പറഞ്ഞതിന് ശേഷമാണ് എങ്കിൽ അത് പാലിക്കുക എന്ന കാര്യം. ഇതെല്ലാം സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇനി തെളിവുകളിലേക്ക് പ്രവേശിക്കാം. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ്, ഇമാം അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഹലിഫു മൻഫഖത്തുൻ ലിസ്സിൽഅ മംഹഖത്തുൻ ലിൽകസബ് അഖ്റജാഹു. ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ ഹദീസിൽ പറയുന്നത്. എന്താണ് പറഞ്ഞത്? അൽ ഹലിഫു മൻഫഖത്തുൻ ലിസ്സിൽഅ, സത്യം ചെയ്യുക എന്നുള്ളത് കച്ചവടം ചെലവാകാൻ നല്ലതാണ്. കച്ചവടം ചെലവാകും. വല്ലാഹി എന്ന് പറഞ്ഞൊക്കെ നീ വിറ്റ് കഴിഞ്ഞാൽ കച്ചവടം നടക്കും, ചെലവാകും. പക്ഷേ മംഹഖത്തുൻ ലിൽ കസബ്, നീ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ ബറക്കത്തിനെ ഇല്ലാതാക്കി കളയും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തത് മംഹഖത്തുൻ ലിൽ ബറക്ക, ബറക്കത്ത് ഇല്ലാതാക്കി തീർക്കുമെന്നാണ്. ഇമാം മുസ്ലിം പറഞ്ഞത് മംഹഖത്തുൻ ലിൽ റിബ്, ഇതിന്റെ ലാഭം അതിന്റെ ഇല്ലാതാക്കി തീരും, അതിന്റെ ബറക്കത്ത് തീരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മൻഫഖത്തുൽ ലിസ്സിൽഅ, കച്ചവടം നന്നായി ചെലവാകുമെന്ന് പറയാൻ കാരണം എന്താണ്? കാരണം പൊതുവെ ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ വിശ്വാസമുണ്ട്. റബ്ബിന്റെ പേരിൽ ഒരാൾ സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് സത്യം തന്നെ ആയിരിക്കും എന്ന് പൊതുവെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാഹി ഇത് ഇങ്ങനെയാണ്, വല്ലാഹി ഇന്നതാണ്, അതായത് സത്യമാണെങ്കിൽ പോലുമാണ് ഈ പറയുന്നത്. കളവ് പറയുന്നവന്റെ കാര്യം ഗൗരവമുള്ള കാര്യമാണ്. വല്ലാഹി ഇത് ഞാൻ അങ്ങനെയാണ്, വല്ലാഹി ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും നിന്റെ വാങ്ങലിലും വിൽക്കലിലും ഒക്കെ വല്ലാഹി ഉപയോഗിക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് ഇത്. മൻഫഖത്തുൽ ലിസ്സിൽഅ, കച്ചവടം അത് നന്നാകും. ഒരുപാട് സാധനങ്ങളൊക്കെ വിറ്റുപോകും. അങ്ങനെ പറയാം, വല്ലാഹി ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ വിറ്റുപോകും. അത് അത്രയും വലിയൊരു മസ്ലഹത്ത്. നമ്മൾ കളവാക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് പറയാമെന്നല്ലാതെ ഒരാൾ പറയണേ അങ്ങനെ ഇത് ഇങ്ങനെ ചെയ്തതല്ലേ അങ്ങനെ ചെയ്തതല്ലേ, അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്കത് സത്യം ചെയ്ത് പറഞ്ഞാലേ നമ്മൾ അവിടെ ഒരു കള്ളനാകാതിരിക്കുകയുള്ളൂ എന്ന അവസ്ഥ വരുമ്പോൾ നമുക്ക് പറയാം. എന്നല്ലാതെ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ചെലവാകും. പക്ഷേ മംഹഖത്തുൻ ലിൽ കസബ്, നീ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ ബറക്കത്ത് നൽകും. പണ്ഡിതന്മാർ പറയുന്നത് അത് മിൻ ബാബിൽ മുആമലത്തി ബിനഖീദിൽ ഖസ്ദിൽ ഫാസിദ്, നിന്റെ തെറ്റായ ഒരു ഉദ്ദേശമാണ് നിനക്കുള്ളത് എങ്കിൽ അല്ലാഹു അതിന് വിരുദ്ധമായ നിലക്കാണ് നിനക്ക് പ്രതികാര നടപടി ഉണ്ടാവുക. കാരണം നീ വല്ലാഹി പറഞ്ഞിട്ട് എന്താ ഉദ്ദേശിച്ചത്? ഒരുപാട് കച്ചവടം നടക്കാൻ. അള്ളാന്റെ പേര് നിനക്ക് എന്റെ നിസ്സാര കച്ചവട ചരക്കാക്കി നീ മാറ്റിയിരിക്കുക. അങ്ങനെ നീ ഒരുപാട് ലാഭം ഉണ്ടാക്കണം നീ ഉദ്ദേശിച്ചു. പക്ഷെ അള്ളാഹു തിരിച്ചു നൽകിയതോ ബറക്കത്ത് അങ്ങോട്ട് ഇല്ലാതാക്കി. ബറക്കത്ത് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നിന്റെ കച്ചവടം നടക്കാതിരിക്കുക എന്നുള്ളതിനേക്കാളും ഗൗരവമാണ്, അതിനേക്കാളും വലിയ പ്രയാസമാണ്.
കച്ചവടം നടക്കുകയില്ല എന്നല്ല പറഞ്ഞത്. കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ സാധനം നമ്മളെ കയ്യിലുണ്ട്. ഇത് മംഹക്കത്തുൽ കസബ് എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചുണ്ടാക്കിയിട്ടാണ് ബർക്കത്തില്ലാതായി പോകുന്നത്. കാരണം സാധനം ഇല്ല, ഒക്കെ വിറ്റുപോയി, പിന്നെ പൈസ കയ്യിലായി, പക്ഷെ അതിൽ ബർക്കത്തില്ല. അതിനെക്കൊണ്ട് നമ്മളെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. അത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ അങ്ങനെ അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്ത് അള്ളാഹിന്റെ പേരിന് വിലയില്ലാതെ മര്യാദ ഇല്ലാതെ കച്ചവടം ചെയ്തു ഉണ്ടാക്കിയ സമ്പത്ത് അതൊരു ബർക്കത്തില്ലാതായി തീരും. ഒരുപാട് ചെലവുകൾ വരും, നമുക്ക് ആവശ്യങ്ങൾ കൂടും. എത്ര നോക്കിയിട്ടും നമ്മുടെ ചെലവുകൾ അത് നടക്കുകയില്ല. റബ്ബിന്റെ പേര് കൊണ്ട് ഒരാൾ ഈ രൂപത്തിൽ സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ശിക്ഷ നൽകുന്നത് അത് ബർക്കത്തില്ലാതാക്കിക്കൊണ്ടാണ്. അള്ളാഹു തആലയുടെ പേര് സഹോദരങ്ങളെ അത് ഉപയോഗിച്ച് സത്യം ചെയ്യുമ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ബർക്കത്തിനെ ഇല്ലാതാക്കി തീർക്കും. അതുപോലെ തന്നെ വേറെ നമ്മൾ ഈ പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം കളവ് പറയുക എന്നുള്ളതാണ്. അള്ളാഹിന്റെ പേര് പറഞ്ഞ ഒരാൾ കളവ് പറഞ്ഞിട്ടാണ് ഒക്കെയെങ്കിലോ, വല്ലാഹി ഞാനിത് ഇത്ര രൂപയ്ക്ക് വാങ്ങിയതാണ്. ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കച്ചവടക്കാർ പറയുന്ന കളവായിരിക്കും. കച്ചവടക്കാർ നീ എത്ര രൂപയ്ക്ക് അത് വാങ്ങി എന്നുള്ളത് പറയൽ നിന്റെ മേൽ ബാധ്യതയൊന്നുമില്ല. മാന്യമായ ലാഭത്തിൽ നിനക്ക് വിൽക്കാം. എന്തിനാണ് അനാവശ്യമായിട്ടുള്ള ഒരു കുറ്റം തലയിലേറ്റുന്നത്? ഒരാവശ്യമില്ല. വല്ലാഹി ഞാനിത് 100 രൂപയ്ക്ക് വാങ്ങിയതാണ്, അതുകൊണ്ട് എനിക്ക് 150 വിൽക്കാൻ പറ്റും. ചിലപ്പോൾ 50 രൂപയ്ക്ക് വാങ്ങിയതായിരിക്കും. എന്തിനാണ്? നീ 100 രൂപയ്ക്കാണോ 50 രൂപയ്ക്കാണോ അത് ഈ പറയുന്നതിന്റെ ബാധ്യതയില്ല. എനിക്ക് മാർക്കറ്റിലുള്ള വിലക്കനുസരിച്ച് വിൽക്കാവുന്നതാണ്. പക്ഷെ ചില ആളുകൾ എനിക്ക് കുറച്ച് പ്രോഫിറ്റേ കിട്ടുന്നുള്ളൂ, അപ്പോൾ നിങ്ങളിത് 100 രൂപയ്ക്ക് തന്നെ വാങ്ങണം, എനിക്ക് കുറച്ചു തരാൻ കഴിയില്ല, അങ്ങനെ ലാഭം കിട്ടാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾ ഉണ്ടാവും. വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഇത് ഹദീസിൽ സഹോദരങ്ങൾ നേർക്കുനേരെ വന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യൻദുറു ഇലൈഹിം. മൂന്നാളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുകയില്ല. കാരുണ്യത്തിന്റെ സംസാരം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഉണ്ടാവുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടവും അവരിലേക്ക് ഉണ്ടാവുകയില്ല. അതിലൊന്നാമതായി പറഞ്ഞതാണ് റജുലുൻ ഹലഫ അലാ സിൽഅത്തിൻ, ഒരാൾ ഒരു വസ്തുവിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ മേലിൽ അവൻ സത്യം ചെയ്യുന്നു. എന്താണ് അവൻ സത്യം ചെയ്തത്? ലഖദ് അഅതാ ബിഹാ അക്സറ മിമ്മ അഅതാ വഹുവ കാദിബ്. എനിക്ക് നേരത്തെ ഒരാൾ ഇത് 100 രൂപയ്ക്ക് ഇത് എടുക്കാന്നൊക്കെ പറഞ്ഞാണ്. നീ ഇപ്പൊ എത്ര അല്ലേ പറഞ്ഞ? നേരത്തെ എന്നോട് ഒരാൾ ഇത് 1000-ന് എടുക്കാന്ന് പറഞ്ഞാണ്, നീ ഇപ്പൊ 800 പറയുന്നത്. 1000-ന് എടുക്കാന്ന് വെച്ചാൽ ഞാൻ കൊടുത്തിട്ടില്ല. കളവാണ്. അപ്പം കേൾക്കുന്നവനെന്ത് വിചാരിക്കോ, അത് അത്ര ഉണ്ട്, അവന് 1000-നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് അത്രക്കുണ്ട്, അപ്പോ ഞാനിപ്പോ 1000-നെങ്കിലും കൊടുക്കാതെ വാങ്ങൂല എന്ന് വിചാരിച്ചിട്ട് അവൻ വാങ്ങും. അത് കളവാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കളവ് പറഞ്ഞിട്ട് ഒരു കച്ചവടം നടത്തുന്നവനെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിസ്സാരമായ കാര്യമാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. അള്ളാഹു ഖിയാമത്ത് നാളിൽ അവനോട് സംസാരിക്കുകയില്ല, അവനിലേക്ക് നോട്ടം ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ കാരുണ്യം അവരിലേക്ക് ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. സമാനമായ ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം. ഈ കാര്യം തന്നെ, 3 ആളുകൾ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, അവരിലേക്ക് നോക്കുകയുമില്ല. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധപ്പെടുത്തുകയുമില്ല. അവരുടെ തിന്മകളും പാപങ്ങളും ഒന്നും അള്ളാഹു അതിൽ നിന്ന് ശുദ്ധീകരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. 4 കാര്യമാണ് പറഞ്ഞത്. സംസാരിക്കുകയില്ല, അള്ളാഹു നോക്കുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കുകയില്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. 4 കാര്യം പറഞ്ഞു. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ഇതന്നെ പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞിട്ടില്ല. 3 പ്രാവശ്യം ഈ 4 കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ സഹാബികൾക്ക് പേടിയായി. ഹദീസ് റിവായത്ത് അബൂദർ എന്ന് പറയാണ്, ഖാബു വഖസ്റു, അബ്ദുല്ലാഹി പറഞ്ഞു, ഇത് ഈ പറയാൻ പോകുന്ന ആൾക്കാർ പരാജയപ്പെട്ടു, നഷ്ടപ്പെട്ടു, അവർക്ക് എല്ലാവിധ പരാജയമുണ്ട് എന്ന് പറഞ്ഞു. കാരണം അത്ര പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ഉണ്ടാകുമ്പോഴേ പറയുള്ളൂ. എന്നിട്ട് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആരാണ്? അവിടുന്ന് പറഞ്ഞു, ഒന്നാമതായി പറഞ്ഞു, ഖാല അൽ മുസ്ബിൽ, നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ. ഒന്നാമതായി പറഞ്ഞ കാര്യം അതാണ്. അത്ര ഗൗരവമുള്ള കാര്യമാണിത്. നെര്യാണിക്ക് താഴെ, പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്, നെര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവൻ. ഇത് അഹങ്കാരം കൊണ്ടാണ് അല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം ഇതിന്റെ വിശദീകരണത്തിൽ അഹങ്കാരം കൊണ്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷ. എന്നാൽ അഹങ്കാരമില്ലാതെ ധരിച്ചാൽ തന്നെയും നരകമാണ്, ആ ഭാഗത്തിന് നരകമാണ് എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. ഒന്നാമതായി പെടുന്നത് അൽ മുസ്ബിൽ, നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷൻ. ഒന്നാമത്തെ ആളതാണ്. എന്നാൽ ഇത് നേരെ തിരിഞ്ഞായിപ്പോയി. സ്ത്രീകൾ നെര്യാണിക്ക് മുകളിൽ, പുരുഷന്മാര് താഴെയും പോകുന്ന തലതിരിഞ്ഞ അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. രണ്ടാമത്തത് വൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുക എന്നുള്ളതാണ്. ഒരാൾക്ക് സഹായിച്ചു, പാവപ്പെട്ടവനെ സഹായിച്ചു, പിന്നീട് എടുത്തു പറഞ്ഞ് അവനെ ഉപദ്രവിക്കുക. ഞാൻ അന്ന് തന്നില്ലേ, അന്ന് ഇങ്ങനെ തന്നില്ലേ
എന്ന് പറഞ്ഞ ആളുടെ മുന്നിലാണെങ്കിലും ശരി, ഇനി അതല്ല അവനെ പേഴ്സണലി പറഞ്ഞാലും ശരി, അത് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കൊടുത്തത് എടുത്തു പറയുക എന്നുള്ളത് അത് ഇത്ര വലിയ ഗൗരവമുള്ള കാര്യമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ടത്, വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവട ചരക്കുകളെ ചെലവാക്കുന്നവൻ, അതിനെ വിൽക്കുന്നവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആ അള്ളാഹുവിന്റെ പേരിലുള്ള സത്യം കളവും കൂടിയാണെങ്കിൽ ഈ പറയുന്ന വലിയ ഗൗരവം കൂടി അത് വരും. ഈ പറയുന്ന വലിയ ഗൗരവം കൂടി വരും. ഇനി അത് അള്ളാഹുവിന്റെ പേരിൽ തന്നെ കളവല്ലാതെ ആണെങ്കിൽ പോലും അത് ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അബൂ ഖതാദ അൽ-അൻസാരി പറഞ്ഞു, ഇയ്യാകും വകസ്റത്തുൽ ഹലിഫി ഫിൽ ബൈ ഫഇന്നഹു യുനഫിഖ് സുമ്മ യംഹഖ്. ഈ പറഞ്ഞ അതേ ഹദീസ്, നിങ്ങൾ കച്ചവടത്തിൽ അമിതമായ സത്യം ചെയ്യുന്നത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഫൈനഹു യുനഫിഖ്, അങ്ങനെ നീ ചെയ്താൽ കച്ചവടമൊക്കെ നടക്കും, നന്നായിട്ട് ചെലവാകും വസ്തുക്കൾ. സുമ്മ യംഹഖ്, പക്ഷെ ശേഷം ബർക്കത്തില്ലാതാക്കി തീർക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പേര് കൊണ്ട് നമ്മുടെ വസ്തുക്കൾ വിൽക്കാൻ നോക്കുക. അത് സത്യം ചെയ്ത് സത്യസന്ധമായിട്ടാണെങ്കിലും ശരി, കള്ളമായിട്ടാണെങ്കിലും ശരി, രണ്ടും ഗൗരവമുള്ളതാണ്. കള്ളമാണെങ്കിൽ ഈ പറഞ്ഞ വലിയ താക്കീതും കൂടി അതിനുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തത് കൊടുത്തത് വഅൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യുസക്കീഹിം വലഹും അസാബുൻ അലീം. മൂന്നാളുകൾ, ഇങ്ങനെ ഹദീസിലൊക്കെ വന്ന പണ്ഡിതന്മാർ പറയുന്നത്, ഇങ്ങനെ മൂന്നാളുകൾ എന്ന് പറയുമ്പോൾ മൂന്നാൾ പരിമിതപ്പെടുമെന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം ഒരുപാട് ഹദീസുകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 10ഓളം ആളുകളെ കുറിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൂന്നാളുകൾ മാത്രമല്ല. കാരണം 10ഓളം ആളുകളെ കുറിച്ചിട്ട് ഇതേപോലെ അള്ളാഹു സംസാരിക്കുകയില്ല, അള്ളാഹു അവന്റെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയില്ല, അവന് വേദനയേറെ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10ഓളം വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ പലതും നമ്മൾ പറഞ്ഞു. ഇനി ഈ പറയുന്ന മൂന്നാളുകൾ, ഒന്നാമതായി പറഞ്ഞത് ഉഷൈമിത്തുൻ സാനിൻ, വൃദ്ധനായ വ്യഭിചാരി എന്നാണ്. ഉഷൈമിത്ത് എന്ന് പറഞ്ഞാൽ നര തുടങ്ങിയ മനുഷ്യനാണ്. കറുപ്പൊക്കെ മാറിയിട്ട് താടിയിലും മുടിയിലും ഒക്കെ നര വെളിപ്പെട്ട മനുഷ്യനാണ്. അങ്ങനെയുള്ള മനുഷ്യൻ അവൻ വ്യഭിചരിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഭാഗമാണ്. ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന ഖായിദയാണ്, ഒരാൾക്ക് തിന്മ ചെയ്യാനുള്ള പ്രേരണ എത്ര കണ്ട് കുറവാണ് അല്ലാഹു തആല നൽകിയത്, എന്നിട്ടും അവൻ തിന്മ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് ശിക്ഷ കൂടും. ഒരു യുവാവിനെ പോലെ, ഒരു മധ്യവയസ്കനെ, അങ്ങനെയുള്ള ഒരാളെ പോലെ അല്ല നര ബാധിച്ച് വയസ്സായ ഒരാളുടെ അവസ്ഥ. അപ്പൊ വയസ്സായ ആളെ കുറിച്ചിട്ട് എന്താണ് അവന് കൂടുതൽ ശിക്ഷ കിട്ടാനുള്ള കാരണം? പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നാമത് അവന് ശാരീരികമായ ശേഷി കുറയുന്ന സമയമാണ് വയസ്സാകുക എന്നുള്ളത്. അവന്റെ കൂവത്തും അവന് ശാരീരിക ശേഷിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ടും അവൻ തിന്മ ചെയ്യാം. രണ്ടാമത്തത്, അവൻ താക്കീതുകാരൻ വന്നിരിക്കുന്നു. എന്താണ്? നര അവന്റെ താക്കീതുകാരനാണ്. നിന്റെ മരണത്തിലേക്ക് അടുക്കുന്നുവെന്ന് താക്കീത് ചെയ്യുന്ന കാര്യമാണ് നര ബാധിക്കുക എന്നുള്ളത്. അതും അവന് വന്നിട്ടുണ്ട്. അപ്പൊ മരണത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബോധം അവന്റെ ശരീരത്തിൽ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇത്രയും പ്രായമുണ്ട് എങ്കിൽ അവൻ തീർച്ചയായും മിക്കവാറും അവനൊരു പിതാവാകാനുള്ള സാധ്യതയാണ്. അവൻ അതുപോലെയുള്ള പെൺമക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആരെങ്കിലും സ്വന്തം പെൺമക്കളെ മറ്റുള്ള ആളുകൾ അവരുടെ അഭിമാനം ഇല്ലാതാക്കി കളയുന്നത്, ചാരിത്രം ഇല്ലാതാക്കി കളയുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അപ്പൊ അങ്ങനെയുള്ള ഒരു പിതാവ് ഇഷ്ടപ്പെടുകയില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ള ആളുകളുടെ പെൺമക്കളുടെ വിഷയത്തിൽ അവനത് ഇഷ്ടപ്പെടാൻ സാധിക്കുക? അപ്പൊ ഇങ്ങനെയൊക്കെ പ്രായം കൂടുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അവൻ ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട കാരണങ്ങളായി ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അവൻ ഹറാം പ്രവർത്തിച്ചു, വ്യഭിചരിച്ചു എങ്കിൽ അത് ഗൗരവമുള്ള കാര്യമായി മാറുകയാണ്. രണ്ടാമതായി പറഞ്ഞത് ആയിലും മുസ്തകിബിർ, അഹങ്കാരിയായ ദരിദ്രൻ. അഹങ്കാരം എല്ലാവർക്കും ഹറാമായ കാര്യമാണ്. അഹങ്കാരം ഒരു അണിമണി തൂക്കം ഉണ്ടായാൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹദീസിൽ കാണാം. എല്ലാവർക്കും ഗൗരവമുള്ള കാര്യമാണ്. പാവപ്പെട്ടവനോ ദരിദ്രനോ പണക്കാരനോ എന്ന വ്യത്യാസമില്ല. പക്ഷേ ഒരു പാവപ്പെട്ടവൻ എന്തുണ്ട് അഹങ്കരിക്കാൻ? എന്നിട്ടും അവൻ അഹങ്കാരിയായി തീരുകയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദാരിദ്ര്യം ഒരു വിനയമുണ്ടാകാനൊന്നും അവന് കാരണമാക്കുന്നില്ല. പാവപ്പെട്ടവനായിട്ട് പോലും അവൻ അഹങ്കാരിയായി തീരുന്നുണ്ട് എങ്കിൽ അവനും ഈ പറഞ്ഞതുപോലെയാണ്, അഹങ്കാരിയാവാനുള്ള സാധ്യത കുറവാണ്. പാവപ്പെട്ടവൻ കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ ഒരു കാര്യം അതാണ്, അവർ അഹങ്കാരികളായിരിക്കില്ല. പക്ഷെ പാവപ്പെട്ടവനായിട്ടും അഹങ്കാരിയാണ് എങ്കിൽ അവനും ഈ ശിക്ഷയുണ്ട്, ഈ പറയുന്ന കാര്യമുണ്ട് എന്നാണ്. ചില ഹദീസിൽ മൂന്നാമതായി ഒരാളെയും കാണാം, അത് വമലിക്കുൻ കസ്സാബ് എന്നാണ്, കള്ളം പറയുന്ന രാജാവ്. കാരണം രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല. രാജാവിന് ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവുകയില്ല, രാജാവിന് വിചാരണയൊന്നുമില്ല, രാജാവാണ് ഏറ്റവും മുകളിൽ. പക്ഷെ എന്നിട്ടും കള്ളം പറയുന്നുണ്ട് എങ്കിൽ അവനും ഈ ശിക്ഷയിൽ പെടും എന്ന് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് കൊടുത്തത്. വറജുലുൻ ജഅല അല്ലാഹ ബിദാഅതഹു, ഒരുവൻ അല്ലാഹുവിനെ അവന്റെ
കച്ചവടച്ചരക്കാക്കി മാറ്റുകയാണ്. എന്താണ് അള്ളാഹുവിനെ കച്ചവടച്ചരക്കാക്കി മാറ്റുക? നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യശ്തരി ഇല്ലാ ബിയമീനി വലാ യബീഉ ഇല്ലാ ബിയമീനി. അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്തിട്ടല്ലാതെ വാങ്ങുകയില്ല, അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്തിട്ടല്ലാതെ വിൽക്കുകയില്ല. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവനൊരു കച്ചവട വസ്തുവാക്കി എന്ന് പറഞ്ഞത്. അത്രയും ഗൗരവമുള്ള കാര്യമായിട്ടാണ് അതിനെ പറഞ്ഞത് എന്ന് കാണാം. അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم خير أمتي قرني ثم الذين يلونهم ثم الذين يلونهم. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്ന വിഷയത്തിൽ അദ്ദേഹം ആദ്യമായി പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഞാൻ ജീവിക്കുന്ന ഈ ഖർനിൽപ്പെട്ട ആളുകളാണ്. ഖർൻ എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു 100 വർഷമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആ 100 വർഷത്തിൽ ജീവിച്ച ആളുകളാണ്. അതിൽ സഹാബത്തുണ്ടാകും, താബിഈങ്ങൾ ഉണ്ടാകും. സഹാബികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഓരോ അഫ്രാദുകളെ കുറിച്ചുമാണ് പറഞ്ഞത്. ഓരോ വ്യക്തിയും ശേഷക്കാരായ ആരാകട്ടെ അവരെക്കാളും ഖൈറുള്ള ആളാണ്. സഹാബികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മിനിറ്റ് ഒരാൾക്ക് കാണാൻ സാധിച്ചു എന്ന് വിചാരിക്കുക. ആ സഹാബിയാണ് ഒരുപാട് ഇബാദത്തുകളുള്ള ഒരു താബിഈയെക്കാളും ശ്രേഷ്ഠനായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. സഹാബിയാണോ ആ സഹാബിക്ക് അത്രയും ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ ഈ 100 വർഷത്തിൽ താബിഈങ്ങളും വരും. സഹാബികളെ കണ്ട ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാത്ത ആളുകൾ. ആ താബിഈങ്ങളാണ് എങ്കിൽ അവർ പൊതുവായിട്ട് അവർ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ്. ആ താബിഈങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള ആളുകൾ താബിഈങ്ങളിൽ ഉണ്ടാകാം. താബിഈങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള ആളുകൾ ശേഷം ഉണ്ടാകാം. പക്ഷെ സഹാബി അങ്ങനെയല്ല. സഹാബി ഓരോ ആളെ കുറിച്ചിട്ടുമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. സഹാബികൾക്ക് അത്രയും ശ്രേഷ്ഠതയുണ്ട്. സഹാബികളുടെ ശ്രേഷ്ഠത അറിയിക്കുന്ന ധാരാളക്കണക്കിന് ഹദീസിൽ ഒറ്റ ഹദീസ് മാത്രമാണിത്. ആയത്തുകൾ തന്നെ അതിന് തെളിവുണ്ട്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ തുടർന്ന് വന്നവർ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ തുടർന്ന് വന്നവർ. ഖാല ഇമ്രാൻ, ഹദീസ് ഉദ്ധരിക്കുന്ന ഇമ്രാൻ ബിൻ ഹുസൈൻ പറയുന്നു, ഫല അദ്രി അദക്കറ ബഅദ ഖർനിഹി മറത്തൈൻ ഔ സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നൂറ്റാണ്ടിന് ശേഷം 2 ആണോ അല്ല 3 ആണോ പറഞ്ഞത് എന്നെനിക്ക് ഓർമ്മയില്ല, അറിയില്ല. നോക്കണം, ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അവിടെ പറഞ്ഞു പോകാമായിരുന്നു. പക്ഷെ അത്രയും സൂക്ഷ്മത കാണിക്കുകയാണ്. 2 പറഞ്ഞോ അല്ല 3 പറഞ്ഞോ എന്നുള്ളത് പോലും സൂക്ഷ്മത കാണിക്കുകയാണ്. മറ്റ് പല റിവായത്തിൽ നിന്നും മനസ്സിലാകുന്നത്, മറ്റു പല സഹാബികളും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, അത് നിന്ന് മനസ്സിലാകുന്നത് 2 ആണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടിന് ശേഷമുള്ള നൂറ്റാണ്ട്, അതിനുശേഷമുള്ള നൂറ്റാണ്ട്. അപ്പൊ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽപ്പെട്ട ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ثم إن بعدكم قوما يشهدون ولا يستشهدون. പിന്നീട് ചില വിഭാഗം ആളുകൾ വരും, അവസാന കാലഘട്ടത്തിൽ വരും. അവരോട് സാക്ഷി പറയാൻ ആവശ്യപ്പെടാതെ തന്നെ സാക്ഷ്യം പറയാൻ വരുന്നവരാണ്. അതായത് അത്രയും ഗൗരവമില്ലാതെയാണ് സാക്ഷി പറയലും. ചില റിവായത്തിൽ വയഹ്ലിഫു റജുൽ വലാ യുസ്തഹ്ലഫ് എന്ന് തന്നെ വന്നിട്ടുണ്ട്. ഒരാൾ സത്യം ചെയ്യും, അവനെ സത്യം ചെയ്യാൻ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ സത്യം ചെയ്ത് പറയുക എന്നുള്ളതൊക്കെ നിസ്സാരമായി കാണുന്ന ചില ആളുകൾ വരും. അപ്പൊ മിക്കവാറും കളവൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ അധികവും വരിക. അതുകൊണ്ടാണ് ഇത് ആക്ഷേപിച്ച് പറഞ്ഞത്. അവരെ അതിന് വിളിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അധികവും കാണുന്നതാണ്. കള്ളസാക്ഷ്യം പറഞ്ഞ് കേസ് ജയിക്കുക, അല്ലെ ഇല്ലാത്ത കാര്യങ്ങൾ, ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഉണ്ടായതാണ്, ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത ഹക്കുകൾ നേടിയെടുക്കുക എന്നുള്ളത് കോടതി വരാന്തകളിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതേത് കോടതിയിലാണെങ്കിലും അള്ളാഹുവിന്റെ കോടതിയിൽ അവൻ പിടിക്കപ്പെടുന്നതാണ്. വലാ യഖൂനൂൻ വലാ യുഅ്തമനൂൻ, അവൻ വഞ്ചിക്കുന്നതാണ്. ആളുകളൊക്കെ വഞ്ചിക്കുന്ന ആളുകൾ പിൽക്കാലത്ത് വരും. അവൻ ഒരാളും വിശ്വസിക്കുകയില്ല. വയൻസുറൂൻ വലാ യുഫൂൻ, അവർ നേർച്ചകൾ നേരും, പക്ഷെ അത് വീട്ടുകയില്ല. വയൽഹറു ഫീഹി മുസ്ലിമൻ, അവരിൽ പൊണ്ണത്തടി വ്യാപകമാകും. അതായത് സുഖിയന്മാരായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ഒന്നുമില്ല, ഭൗതികമായ സുഖലോലുപതയിൽ മാത്രം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഈ ഹദീസിൽ പാഠം എന്ന് പറയുന്ന സഹോദരങ്ങളെ, സത്യം ചെയ്യുക അതിലൊന്നും ഒരു വിഷയമില്ല, ഒരു ഗൗരവമില്ല. കള്ളസാക്ഷ്യം പറയുക അതിലൊന്നും ഒരു വിഷയമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. അതിനുശേഷം കൊടുത്ത ഹദീസും സമാനമായതാണ്. വഫീഹി അൻ ഇബ്നു മസ്ഊദ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖൈറുൻ നാസി ഖർനി, ഏറ്റവും ശ്രേഷ്ഠരായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് ശേഷക്കാർ, പിന്നീട് ശേഷക്കാർ, പിന്നീട് ശേഷക്കാർ. സുമ്മ യജീഉ ഖൗമൻ തസ്ബിഖു ഷഹാദതു അഹദിഹിം യമീനഹു വയമീനഹു ഷഹാദതു, പിന്നീട് ചില ആളുകൾ വരും, അവരുടെ സാക്ഷ്യം ചിലപ്പോൾ അവരുടെ
സത്യം ചെയ്യലിന് മുൻകടക്കും. അവരുടെ സത്യം ചെയ്യൽ ചിലപ്പോൾ സാക്ഷ്യത്തെ മുൻകടക്കും. അതായത് അല്ലാഹി അല്ലെങ്കിൽ എന്നത് എന്ന് പറഞ്ഞ് സത്യം ചെയ്യണമെങ്കിൽ ആദ്യം സാക്ഷിയെങ്കിലും ആവണം. അതിന് മുമ്പേ തന്നെ അവർ സത്യം ചെയ്ത് പറയും. അവിടെ സാക്ഷി പോലും ആവണ്ട. അങ്ങനെയുള്ള അവസ്ഥ വരുന്ന ആളുകൾ, അതായത് കാണൊന്നും വേണ്ട, അതിനു മുമ്പ് തന്നെ സത്യം ചെയ്ത ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സാക്ഷിയായിട്ടുണ്ട് എന്ന് പറയുന്നൊക്കെ ചെയ്യുന്ന ആളുകൾ വരും എന്നാണ് പറയുന്നത്. വഖാല ഇബ്രാഹിം അന്നഖഈ താബിഈയാണ്. അദ്ദേഹം പറയുന്നു, കാനു യദ്രിബൂനനാ അല ഷഹാദതി വൽ അഹ്ദി വനഹ്നു സിഗാർ. ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കെ തന്നെ ഞങ്ങൾ അനാവശ്യമായി സാക്ഷ്യം പറയുന്നതിനും ഇങ്ങനെ വാക്ക് പറയുന്നതിനൊക്കെ ഞങ്ങൾ അടിക്കപ്പെടാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ, ഞാനത് സാക്ഷിയാണ്, എല്ലാത്തിനും സാക്ഷിയാവുക. ഇതിനർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ആവശ്യഘട്ടങ്ങളിൽ ചിലപ്പോൾ നമുക്ക് തന്നെ അങ്ങോട്ട് പോയി സാക്ഷിയാകേണ്ട അവസ്ഥകൾ ഉണ്ടാകും. ഒരു വലിയൊരു അന്യായം നടക്കുന്നത് നമ്മൾ മുന്നിൽ കണ്ടാൽ, അതായത് ഞാൻ സാക്ഷിയായിരിക്കും ഇന്ന ഒരു വിഷയത്തിന്, അവിടെ ഒരു അന്യായം നടക്കാൻ പോവുകയാണ്. അപ്പൊ സാക്ഷിയായ ഒരാൾ ചിലപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ പോകേണ്ടി വരും. അതായത് ഇതിൽ പറഞ്ഞ ആവശ്യപ്പെടാതെ പോവുക എന്ന് പറയുന്നത് നിരുപാധികമല്ല. കാരണം ഞാനത് പോയിട്ടില്ലെങ്കിൽ അവിടെ വലിയൊരു തെറ്റായ വിധിയായിരിക്കും വരിക, അയാൾക്ക് വലിയൊരു ഹക്ക് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ പോയിട്ട് ഞാനിത് കണ്ടതാണ്, ഞാനുള്ള സമയത്താണ് ഇങ്ങനൊരു വസിയത്ത് അവിടെ വാപ്പ നടത്തിയത്, അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്നൊരു ഇത് പാസ്സാക്കിയത് ഞാൻ അറിഞ്ഞിരുന്നു എന്ന് പോയി പറയൽ, അത് പണ്ഡിതന്മാർ പറയുന്നു ചിലപ്പോൾ അത് വാജിബാവും. അത് കാരണം ഒരു വലിയ ബാത്തിൽ അവിടെ നിന്റെ കൺമുന്നിൽ നടക്കുന്ന സമയത്ത് നീ പോകാതിരിക്കുന്നത് ശരിയല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ തന്നെ നമ്മളൊരു ആവശ്യമില്ലാതെ എല്ലാത്തിലും കയറി അതിലും സാക്ഷി, അതിലും സത്യം പറയുക, അതിലും അങ്ങനെ പറയുക എന്നുള്ളതാണ് ഇതിൽ വിലക്കിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി പാലിച്ച് പോരാൻ, അങ്ങനെ മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.